ഹായ് ഓൾ. SSC CGL എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നമുക്ക് എക്സാമിനേഷൻ ഏകദേശം മെയ് ജൂൺ മാസത്തിലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. CGL എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, വിച്ച് മീൻസ് നമ്മൾ കമ്പ്യൂട്ടറിനെ ഫേസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആണ് SSC CGL എന്ന് പറയുന്നത്. ആൻഡ് നാഷണൽ എക്സാമിനേഷൻ ആണ്, ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആസ്പിറൻസ് ആയിരിക്കും അക്രോസ് ഇന്ത്യ ഈ ഒരു എക്സാമിലേക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകുക. ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇതൊരു ഓൺലൈൻ ഇന്റർഫേസും ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും ഇതിൻ്റെ കൂടെ ഉണ്ട്. എക്സാം പാറ്റേണും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമുക്ക് മെയിൻലി വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, റീസണിങ് ഉണ്ടായിരിക്കും ആൻഡ് ജനറൽ നോളജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ് ഫോർ 50 മാർക്സ് ആയിരിക്കും. റീസണിങ്ങിൽ നിന്ന് അഗെയിൻ 25 ക്വസ്റ്റ്യൻസ് ആണ് ഫോർ 50 മാർക്സ് ആണ്. QAയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഫോർ 50 മാർക്സ് ആണ്. ആൻഡ് GK ജനറൽ അവയർനെസ്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഫോർ 50 മാർക്സ്. അങ്ങനെ ആകെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. ഓരോ ചോദ്യത്തിനും 2 മാർക്കായിരിക്കും. അപ്പം 100 ചോദ്യങ്ങൾ മൊത്തം 200 മാർക്കിലായിട്ടായിരിക്കും CGL എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ആകുക. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആയതുകൊണ്ട് തന്നെ 0.50 ആണ് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഈ 4 സബ്ജക്റ്റിന് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 4ഉം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 4 സെക്ഷനിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം സെയിം ആണ്. ഈച്ച് സെക്ഷൻ ക്യാരീസ് 25 മാർക്സ് ഈച്ച്. അപ്പം 4 സബ്ജക്റ്റുകളാണെങ്കിലും നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ മെയ് ജൂൺ മാസത്തിലായിട്ടായിരിക്കും എക്സാമിനേഷൻ വരുന്നുണ്ടാകുക. സോ ഇന്ന് തുടങ്ങി നിങ്ങൾ ഡെയിലി ബേസിസിൽ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓരോ ഡേ ഓരോ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ചുമ്മാ മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ മാർക്സ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വൈൻഡപ്പ് ചെയ്യരുത്. മോക്ക് എക്സാം നിങ്ങൾ ചെയ്യുക. മോക്ക് എക്സാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത് അത് വേണം നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യാൻ. നിങ്ങളുടെ റോങ് ആൻസേഴ്സ് നിങ്ങൾ എടുക്കുക, എന്തുകൊണ്ട് തെറ്റി എന്നത് മനസ്സിലാക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, അതുകൊണ്ടായിരിക്കാം തെറ്റിയിട്ടുണ്ടാകുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കില്ല ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ QAയിൽ നിന്നിട്ടുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തെറ്റിയെന്നിരിക്കട്ടെ. മേ ബി അതിൻ്റെ ബേസ് കോൺസെപ്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേണ്ടത്ര പ്രാക്ടീസ് നിങ്ങൾക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കാം പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ടാകുക. അത് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ പോയി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ബേസ് തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ അഡ്വാൻസ് ചെയ്യുക, മോഡറേറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുക. അങ്ങനെ അത് സ്ട്രോങ്ങർ ഏരിയാസ് ആക്കുക. സോ ഓരോ ടൈമിൽ നിങ്ങൾ മോക്ക് എക്സാം ചെയ്യുമ്പോൾ നിങ്ങളുടെ വീക്കർ ഏരിയാസ് പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ട് അത് നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയാസ് ആക്കി കൺവേർട്ട് ചെയ്യുക. ആൻഡ് സ്ട്രോങ് ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി അത് അടിപൊളിയായിട്ട് സ്ട്രോങ്ങർ ആയിട്ട് തന്നെ കീപ്പപ്പ് ചെയ്ത് പോവുക. എക്സാമിനേഷൻ എഴുതുന്ന ടൈമിൽ അതിന് ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന എക്സാം എന്ന് ഞാൻ പറഞ്ഞു. സോ പെർസെൻറ്റൈൽ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക, പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ആപ്പിലാണെങ്കിലും എല്ലാ മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ്, എസ്പെഷ്യലി CGL എക്സാമിനേഷൻ്റെ. ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. എൻട്രി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ആപ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് എക്സാമിനേഷൻ്റെ ട്രാക്കുകൾ കാണാം. ലൈക്ക് PSC, SSC. ഇത് SSC എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, SSC സെലക്ട് ചെയ്യുക. SSC സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഹോം സ്ക്രീനിലേക്ക് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, ലൈവ് എക്സാംസ് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ലൈവ് എക്സാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ CGL, CHSL എല്ലാത്തിൻ്റെയും ലൈവ് മോക്സ് ഉണ്ട്. CGLൻ്റെ ലൈവ് മോക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഓൺലൈൻ എക്സാം ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേയിലേക്കായിട്ടായിരിക്കും മോക്ക് എക്സാംസ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാകുക. സോ ഈ ഡേയ്സിൽ മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഓരോ എക്സാമും 24 hours വരെ വാലിഡ് ആയിരിക്കും. ഇപ്പോൾ മൺഡേയിൽ നടക്കുന്ന എക്സാം മൺഡേ 10 AM ടു നെക്സ്റ്റ് ഡേ 10 AM വരെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ മാസം ഫുള്ള്
എക്സാം എഴുതിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പ് സ്കോർ കീപ്പ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരാൾക്ക് നമ്മുടെ CGLൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യേണ്ട. ഉടൻ തന്നെ ആപ്പിൽ പോയിട്ട് എക്സാംസ് എല്ലാം എഫക്റ്റീവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് ഈ മോക്ക് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ പരിഹരിച്ച് തരുന്നതാണ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.